അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വർഷങ്ങളായിട്ട് അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു സ്കൂളിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. കുറെ ആൾക്കാരൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ ഇവിടെ ഉണ്ട്. കുറെ ആൾക്കാർ മരിച്ച് ആരും ഇവിടെ കെട്ടിത്തൂങ്ങി മരിച്ചെന്നൊക്കെ പറയുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ലൈഫിൽ നമ്മുടെ റിലേറ്റീവ് ആണ്, നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിട്ടുപോയായിരുന്നു. അപ്പം ഞാനിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെയാണെങ്കിൽ ഞാനും ഇവനും കൂടെ എൻ്റെ കസിനും കൂടെ ഇന്ന് ഞാൻ പഠിച്ച എൻ്റെ ഹോണ്ടഡ് സ്കൂളിൽ ഞങ്ങൾ ഇന്ന് രാത്രി തൊട്ട് നാളെ രാവിലെ വരെ, ഞങ്ങളുടെ കസിന് ഒരു നോർമൽ ഡെത്ത് അല്ലായിരുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ വർഷങ്ങളായിട്ട് അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന സ്കൂൾ കേട്ടോ. അതുപോലെ തന്നെ ഗൈസ് ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത ഉണ്ട്, വേറെ ഒന്നുമല്ല, ഞാൻ LKG തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂളാണ്. ഞാനൊക്കെ ഈ സ്കൂളിൽ നിന്ന് പോയതിന് ശേഷമാണ് പിന്നെ സ്കൂൾ അങ്ങ് നിർത്തിയത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഈ ഹോണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ സ്കൂൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കസിനുമായിട്ടൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. എടാ ഞാൻ പഠിച്ച സ്കൂളാണ് മോനെ, അത് തന്നെ ഗൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്കൂളായിട്ട് ഇത് തോന്നുന്നുണ്ടായിരുന്നേ. കാരണം ഇതിനൊക്കെ ഒരു അവസ്ഥ നോക്കിക്കും സ്കൂളിൻ്റെ, ഇത് സ്കൂളാണെന്ന് തോന്നത്തില്ല, അത്രക്ക് ഭയങ്കര ശോകം അടിച്ചാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ കേട്ടാ. ഇവിടെ മൊത്തം പൊട്ടി, എനിക്കൊണ്ട് ഇത് ടീച്ചേഴ്സിന്റെ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഞങ്ങളുടെ ക്ലാസ് റൂമൊക്കെ ഇവിടെ ഒന്നും അല്ലായിരുന്നു, പക്ഷെ ഇവിടെയൊക്കെ നോക്കിയത് ഫുള്ള് വേസ്റ്റ് ആണ്. ഇത് ഇവിടെയൊക്കെ ഏതാണ്ട് കുറെ തുണികളൊക്കെ കീറിയിട്ടിരിക്കണം. അതേപോലെ തന്നെ ഇത് പൊക്കത്തെ മേൽക്കൂരെല്ലാം പൊളിഞ്ഞ് മരമൊക്കെ അവിടെ ഇങ്ങനെ എന്താണ് കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പക്ഷെ ഇവിടെ കുറെ തുണി ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ വല്ലൊരു രാത്രി ആകുമ്പോൾ ഇവിടെ വന്നു വെച്ചാൽ ഇവിടെ വല്ലൊരു സ്റ്റേ ചെയ്യുന്നുണ്ടാ. കാരണം ചിലപ്പോൾ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഞാൻ എനിക്ക് ഇവിടെ വന്ന് നിൽപ്പുണ്ടാകുന്ന അറിയത്തില്ല. കുറെ കുഞ്ഞു കുഞ്ഞു സോക്സും അല്ല പിള്ളേരെ പിടുത്തക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുവാണെന്ന് അറിയത്തില്ല ഗൈസ്. ഇതിന്റെ അകത്തോട്ട് നോക്കി ഗൈസ്, അതായിരുന്നു എന്റെ ക്ലാസ് മുറിയെ. ഞാൻ പഠിച്ച എന്റെ ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഇതിലും വഴിയായിരുന്നു കേട്ടാ. ഇതൊക്കെ ഈ കാണുന്ന ക്ലാസ് റൂമൊക്കെ എൻ്റെ ക്ലാസ് ആയിരുന്നു, പക്ഷെ ഇതിലെ വഴി ഒന്നും കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇതെല്ലാം അടച്ചിട്ടിരിക്കുക. നമുക്ക് വേറെ വഴി നമുക്ക് നോക്കാം. വല്ല പാമ്പാ വല്ലതൊക്കെ ഉണ്ടാന്ന് അറിയത്തില്ല ഇവിടെ, നമുക്ക് നോക്കാം ഗൈസ്. ഇതൊക്കെ ടീച്ചേഴ്സ് റൂം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേടാ എന്നാൽ ഈ സ്കൂളിൽ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യെസ് ഗൈസ്, നമുക്ക് ഫൈനലി സ്കൂളിന്റെ പുറകിലത്തെ ബാക്ക് ഡോർ എൻട്രി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം പാമ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒന്നൊന്നര കാടാണ്. ഇതുകൊണ്ട് ഇത് കിണറാ. ഓ ഗൈസ്, അപ്പം ഇതാണ് കേട്ടാ ഞാൻ പഠിച്ച സ്കൂളും എൻ്റെ ക്ലാസ്സും ഒക്കെ. ഇതൊക്കെ ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്കൊണ്ട് LKG UKG ഒക്കെ പഠിച്ച ഈ ക്ലാസ്സിലായിരുന്നു തോന്നി ഞാൻ പഠിച്ചത്. ഇവിടെ ഇരുന്നാണ് ഞാൻ പഠിച്ചത്. ഇവിടെ ആയിരുന്നു കുറെ ഡെസ്കും ബെഞ്ചും അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിരുന്നത്. പക്ഷെ ഇവിടെ മൊത്തം ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലെന്ന് ഗൈസ്. മേൽക്കൂരണ്ട മൊത്തത്തിൽ ഡിസ്ട്രോയ്ഡ് ആയിട്ട് ഇവിടെ താഴത്തെ കിടക്കുവാണ്. ഇതൊക്കെ ടീച്ചേഴ്സിന്റെ റൂമും കാര്യങ്ങളാണ്. ഇവിടെ ആയിരുന്നു ടീച്ചേഴ്സൊക്കെ ഇരുന്നോണ്ടിരുന്നത്. ഇതെന്റെ ക്ലാസ് ആയിരുന്നു ഗൈസ്, ഇതെന്റെ ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ നിന്നൊക്കെ കുറെ അടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ടീച്ചർ പറഞ്ഞ. അതുപോലെ എക്സാം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു ഞാൻ കൂടുതൽ ഇരുന്നോണ്ടിരുന്ന. അവിടെ ആയിരുന്നു ബ്ലാക്ക് ബോർഡും കാര്യങ്ങളൊക്കെ. ഓ അടിപൊളി മെമ്മറീസ് ആയിരുന്നു ഗൈസ്. പക്ഷേ നമ്മുടെ സ്കൂളിൽ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, അടിപൊളിയായിട്ട് റണ്ണായിക്കൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയേ. അത് കഴിഞ്ഞാണ് ഗൈസ് സ്കൂളിൽ അധപ്പതനം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ പോലത്തെ നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഇവിടുന്ന് പോകുന്നുണ്ടായിരിക്കും. കുറെ ആൾക്കാരൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ ഇവിടെ ഉണ്ട്. കുറെ ഹോണ്ടഡായി, ഇവിടെ കുറെ ആൾക്കാർ മരിച്ച് ആരും ഇവിടെ കെട്ടിത്തൂങ്ങി മരിച്ചെന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഗൈസ് ചുമ്മാ പറഞ്ഞേട്ടാ, അത് ഞാൻ ചുമ്മാ പറഞ്ഞ അതിന് പഞ്ചിന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, എനിക്കറിയത്തില്ല കാര്യം എന്താണെന്ന്. ഓക്കെ, അപ്പം ഞാൻ ചുമ്മാ അത് തലക്കകത്തോട്ട് എടുക്കണ്ട, ചുമ്മാ പറഞ്ഞ. എന്നാലും ഒരു ഹോണ്ടഡ് ഫീൽ വരുന്നില്ലടാ. ചെറിയ രാത്രി വരണ്ടായിരുന്നു. രാത്രിയല്ലേ, നമുക്കിന്ന് രാത്രി ഇവിടെ നിന്നാല. നീ വരുന്ന ഉറപ്പാണോ? ഉറപ്പാണല്ലോ, എനിക്ക് പേടിയൊന്നുമില്ല. ആ ശരി, കണ്ടാ ഇവന് ലോ പേടിയാണ് ഗൈസ്. അന്ന് ഓക്കെ. അപ്പൊ ഗൈസ് അങ്ങനെയാണെങ്കിൽ ഞാനും ഇവനും കൂടെ എൻ്റെ കസിനും കൂടെ ഇന്ന് ഞാൻ പഠിച്ച എൻ്റെ ഹോണ്ടഡ് സ്കൂളിൽ, സോറി അബാൻഡൻഡ് സ്കൂളിൽ ഞങ്ങൾ ഇന്ന് രാത്രി തൊട്ട് നാളെ രാവിലെ വരെ നിൽക്കുമല്ലോ. അളിയെ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഇവിടെ വല്ല പ്രേതം വല്ലതും ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടാ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. ഗൈസ് ഇവനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അന്ന്
ഇവന് ഞാനും ഒക്കെ ഇടക്ക് സ്പിരിറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അത് നമുക്ക് പേഴ്സണൽ അങ്ങനെയല്ല, ഞങ്ങളുടെ റിലേറ്റീവും ഞങ്ങളുടെ പേഴ്സണൽ കാര്യം, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല അത് ആരാണെന്നൊന്നും. പക്ഷെ ഞാനും സത്യം പറഞ്ഞ ഇടയ്ക്കൊക്കെ വെള്ളം അടിച്ചിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ 2 ബീറൊക്കെ അടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ലൈഫിൽ നമ്മുടെ റിലേറ്റീവാണ്, നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിട്ടുപോയായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരു ട്രൈ ചെയ്യും സംസാരിക്കാൻ പറ്റുമോ, ഇതിൽ വിശ്വാസം ഉണ്ടാകാൻ ആൾക്കാർക്ക് ഇല്ല. ഞങ്ങൾക്കും അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ ചുമ്മാ ട്രൈ ചെയ്ത, ഇവനും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന റൂമിലൊക്കെ അത് വെച്ച് 2 അടിച്ചൊക്കെ കഴിയുമ്പോഴാണ് എനിക്ക് ഇത്തിരി ഇത് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഉപദ്രവിക്കും. അത് എന്തൊക്കെയുണ്ടെങ്കിൽ ഇങ്ങനെ അത് വേറെ ഒന്നല്ല, ഒരു ഞങ്ങളുടെ കസിന് ഒരു നോർമൽ ഡെത്ത് അല്ലായിരുന്നു. അപ്പം അത് മൊത്തത്തിൽ ഒരു മിസ്റ്ററിയാണ്. അപ്പം ഞങ്ങൾക്ക് അതൊന്ന് എന്താണ് ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പോസിബിൾ അല്ല, എന്നാലും ഞങ്ങളായിട്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. എൻ്റെ ലൈഫ് ഇവരും ചെയ്യാറുണ്ട്. ആ കാര്യം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കേസ് ഇന്ന് നമ്മളിവിടെ ഇരിക്കും, കേട്ടല്ലോ. അതെ, ഇപ്പൊ വേണ്ട, ഇപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി വരാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്ന് രാത്രി നമ്മൾ ഈ അബാൻഡൻഡ് ആയിട്ടുള്ള ഈ സ്കൂളിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് കേട്ടോ. സഞ്ജു അല്ല, സഞ്ജയ്, ഇത് വേറെ അതല്ല ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് എന്തായാലും പോവാ. പക്ഷെ ഇവിടുത്തെ ഒരു വൈബേ ഇത്തിരി ഇതാണ് കേട്ടോ, ഇത്തിരി ഒരു ഹോണ്ടഡ് സീനും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയായിരിക്കുകയാണ് രാത്രി കേട്ടാ. വേറെ ഒന്നല്ല, ഞാൻ ഈ സമയത്തൊക്കെയാണ് രാത്രി ഓടാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് ഓടാൻ ദേ മമ്മിയുണ്ട്, ദേ ചേട്ടനുണ്ട്, ദേ ചിണ്ട നമ്മളെ വെട്ടിച്ചോടിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ കളി എന്തോ ഓട്ടമാണോ എടാ, പതിയോ ഞങ്ങളെല്ലാരും കൂടെ പുതിയ റോഡ് നോക്കുന്നിട്ട് ഓടുവാ രാത്രി. ഗൈസ്, നമ്മുടെ ചിണ്ട പുതിയ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഹൈവേയിൽ തന്നെ ഓടിച്ച് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓടിക്കാൻ ഓടിക്ക്. അയ്യോ, മറിഞ്ഞു വീഴുന്നല്ലോടാ. ഇതാട്ടോ സ്കൂട്ടി. എടാ, ഇത് അപ്പൂപ്പടെ സ്കൂട്ടി പോലെ ഉണ്ടല്ലോടാ. അങ്ങനെ നമ്മുടെ ഫാമിലി ജോയിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? എന്താ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ നമ്മൾ ജോയിങ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ വീട്ടിൽ ചെന്നൊന്ന് റെഡി ആയിട്ട് നമ്മളിന്ന് അമ്മ എന്നാ ഞാൻ ഇന്ന് മറ്റേ നമ്മൾ പഠിച്ച സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ ബാപ്പുജി, അതിപ്പോൾ അബാൻഡൻഡ് ആണ്. കുറേ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് കാട് പിടിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മളിന്ന് രാത്രി അവിടെ സ്റ്റേ അടിക്കാൻ പോകണം. അവിടെ ഇന്ന് രാത്രി ഇരിക്കാണ്ട് രാവിലെ വരത്തുള്ളൂ ആ സ്കൂളിൻ്റെ അകത്ത്. അവിടെ പിന്നെ പ്രേതം അങ്ങനെയൊന്നുമല്ല, അവിടോട്ട് പോകരുത്. കാര്യമായിട്ട് പറയണം, അവിടെ കുറെ നാളുകളായിട്ട് ഈ അല്ലല്ലോ സാമൂഹ്യ വിരുദ്ധരും മയക്കുമരുന്നും അതും ഇതൊക്കെ ആയിട്ട് പല പ്രാവശ്യം അവിടെ പിടിച്ച ഓരോരുത്തരാ. ഇവിടെ ആവശ്യമില്ലാതെ എന്ന് നീ ഇവിടെ ഭയങ്കര ഇതാക്കാൻ ചെന്ന് അവസാനം നിന്റെ തലേ വരും. അത് ഒരുപാട് തവണ പിടിച്ചിട്ടുള്ള ആൾക്കാർ അവിടെ വെച്ച്. ആവശ്യമില്ലാത്തതിനൊന്നും വീഡിയോ എടുക്കാനൊന്നും ഉടപ്പല്ലേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അമ്മ പറഞ്ഞതിന് മൂഡ് കളഞ്ഞു കേട്ടാ. അവിടെ പലവട്ടം ഇതാണ്. ഞാനിന്ന് രാവിലെ തൊട്ട് അവിടെ ഒന്നും ആരും കണ്ടില്ലായിരുന്നു. പകലല്ല, അവിടെ സന്ധ്യ കഴിയുമ്പോ തൊട്ട് സ്ത്രീകൾക്ക് പോലും അതുവഴി പോകാൻ പറ്റില്ല. അങ്ങനെയാണ്, അത്രക്ക് സീനാണ്. ഒരു ചുറ്റുവട്ടത്ത് വീടധികം ഇല്ല. അമ്മ പറഞ്ഞ് ഡാർക്ക് ആക്കിയല്ലോ. ആൾക്കാർ പറയും നീ അതിനടക്ക്. എന്നാ വേണ്ട, വെറുതെ പോണ വള്ളിയൊക്കെ ഞാനിപ്പോ എനിക്ക് ഭയങ്കര വള്ളി മാഗ്നറ്റ് ആയിട്ട് വരുവേ. വെറുതെ പോയ വള്ളികളൊക്കെ എൻ്റെ നേരെ വരും. അതുകൊണ്ട് നമുക്ക് ആ കണ്ടന്റ് ഡ്രോപ്പ് ചെയ്യാം. തമാശയായിട്ട് പറഞ്ഞല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറഞ്ഞ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. പല സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആണോ? കാരണം അവിടെ എപ്പോഴും സന്ധ്യ കഴിയുമ്പോൾ വിജനമായ സ്ഥലമായിട്ട് ആരും നോക്കാൻ ചെല്ലിയല്ലോ. അപ്പൊ ഈ മയക്കുമരുന്നും അതും ഇതും ഒക്കെയാണ് അവിടെ. ഒന്നാമത് പുറത്തുനിന്നൊക്കെ മറ്റേ പാമ്പൊക്കെയാണ് എല്ലാവരും. അത് തന്നെ ഗൈസ്, എൻ്റെ വീട്ടുകാരുടെ എന്താണ് കൺസേണിനെ തുടർന്ന് നമ്മൾ ആ കണ്ടന്റ് അങ്ങ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പക്ഷേ എന്നാലും എനിക്ക് അവിടെ പോയി ഞാൻ വേറെ ഒന്നുമല്ല, അവിടെ ഒരു
ഹോണ്ടഡ് ഒരു പ്രേതാലയം പോലത്തെ ഒരു സെറ്റപ്പ്. പണ്ട് മുതലേ അങ്ങനെ പകല് മുഴുവൻ അങ്ങനെ അടഞ്ഞു കിടക്കണം, ഇങ്ങനെ ആൾ അനക്കൊന്നുമില്ല. സന്ധ്യ കഴിയുമ്പോ അതുപോലുള്ള സ്ഥലത്താണല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത്. ആവശ്യമില്ലാത്ത പരിപാടിക്ക് അവിടെ പോയി ഒരു ഗോസ്റ്റ് ഹണ്ടിങ് നടത്താന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. ഇനി അവിടെ പോയി ഗോസ്റ്റ് ഹണ്ടിങ്ങിന് വരെ വേറെ വല്ല മയക്ക് വരുന്നുള്ള ആൾക്കാരുമായിട്ട് വീഡിയോ എടുത്ത് ലാസ്റ്റ് മറ്റേ സിമിത്തേരി പോയല്ലേ. അതേപോലെ അല്ല ഇത്, പക്ഷെ കറക്റ്റ് ഒരു പ്രേതാലയ സെറ്റപ്പ് ആയിരുന്നു തന്നെ. എന്നാലും വേണ്ട, ഓക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കണ്ടിട്ട്